السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ ആദരണീയരായ മഹാന്മാരായ സാദാത്യങ്ങൾ, ഉലമാക്കന്മാർ, ഉസ്താദന്മാർ, അതുപോലെ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഭാരവാഹികൾ, അതുപോലെ SIOF-ൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ കൂടിയ എല്ലാ ಹಿರಿಯ ಆಲ್ಮಾರು, ಕಿರಿಯ ಆಲ್ಮಾರು, ಬೆಲಿಯಂಗೋ ಚೆರಿಯಂಗೋ ಎಲ್ಲರೊಟ್ಟಿಗೂ ನಾನು പ്രസംഗിക്കുന്നില്ല. എൻ്റെ പ്രസംഗ ഈ സ്റ്റേജിൽ ആവശ്യമില്ല. നല്ല വേണ്ട പോലത്തെ ഉപദേശങ്ങളെല്ലാം ചൊന്തറവും ഞങ്ങൾ പയനുവായ ഞങ്ങളരായതൊക്കെ ബിരുദന്മാരായിട്ട് വന്ന് വലിയ വലിയ സാദാത്യങ്ങം ആലിമീങ്ങം ഉള്ളാറ്. നല്ല നല്ല ഉപദേശം ഇപ്പം ഞങ്ങൾ കേട്ടാൽ ഇനിയും കേൾക്കുന്നുണ്ട്. അള്ളാഹു ഞങ്ങൾ കേട്ടതും കേൾക്കിടതുമെല്ലാം അള്ളാഹിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന സാരിഹായ അമലുകളിൽ അള്ളാഹു പെടുത്തുമാറാവട്ടെ. ഞങ്ങൾ ഈ ബണ്ടൂര് ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന താജുൽ ഉലമ ഞങ്ങളുമായിട്ടുള്ള ബന്ധ സാധാരണ ചൊല്ലുകേക്കിടത്തോളം ഞങ്ങൾ അറിഞ്ഞെടുത്തോളം ഒരു 45 വർഷ സർവീസുള്ളവർ ഒരു ബന്ധമായിട്ടിക്കര്, ഒരനുഭവമായിട്ടിക്കര് ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരു ഉടങ്ങിയ റായത്തങ്ങായിട്ട് ഇന്ന് ഒരു ഹയാത്തില്ലാത്ത റായത്തങ്ങളെ പോലെ ഞങ്ങൾ ഇന്നാണ് ഞങ്ങമേ ഞങ്ങളെ റായത്തിലേ ചൊന്നുകൊണ്ടുള്ളാർ. ഞങ്ങളെ റായത്ത് ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ ശൈഖുന മഹാനവറുകളും മഹാനവറുകളുടെ ശിഷ്യന്മാരും ഇവിടെ വന്നതിൽ പിന്നെ അങ്ങ് കാൽകുത്തിയതിൽ പിന്നെ ഞങ്ങൾ തെകിൽത്തിറ പച്ചയായിട, ഞങ്ങൾ ഹയാത്തായിട, ഞങ്ങൾ വളർന്നുകൊണ്ടുള്ള അതിൽ പിന്നെ യാതൊരു കുറവ് നോവ് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ വയർച്ചയിലേ ഉള്ള അത് അവിടുത്തെ ബർക്കത്തായിട്ടിരിക്കുന്ന അല്ലാഹു തആല അതിനെ നിലനിർത്തി തരുമാറാകട്ടെ. ഞങ്ങളെ എല്ലാ വിജയത്തും നേട്ടത്തും ബർക്കത്തും നിഅമത്തും യോജിപ്പും കാരണം ബണ്ടൂര് മഹാനായ താജുൽ ഉലമയും അവിടുത്തെ ശിഷ്യന്മാരുമായിട്ടിരിക്കരുത്. മഹാനവറുകൾ ഒരു റായത്ത് പോയെങ്കിൽ എന്തെങ്കിലും ഒരു കുസുമത്തവിടെ തീർത്തെങ്കിൽ പിന്നെ ആ റായത്തിൽ ഭിന്നഭിപ്രായമില്ല, വലിയ യോജിപ്പും വകട്ടും സ്നേഹബന്ധമായിട്ടിരിക്കുക ആ റായത്തിൽ പിന്നെ വളരേ. മാത്രമല്ല ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുനയുടെ മുട്ട എന്താവശ്യത്തിന് വേണമായിട്ട് ഏതാവശ്യത്തിന് വേണമായിട്ട് ആറാവട്ടെ, ഒരു ആലിമാവട്ട്, ജാഹിലാവട്ട്, പൈസ ഉള്ളവനാവട്ട്, പാവത്തവനാവട്ട്, വലിയവനാവട്ട്, ചെറിയവനാവട്ട്, എത്രയും ബേജാറിൽ കുടുങ്ങിയവനാവട്ട്, അല്ലെങ്കിൽ സീക്കിലുള്ള ആരോഗ്യമില്ലാത്തവനാവട്ട്, ഏതൊരു മുസ്ലിമും ഏതൊരു ആണും പെണ്ണും അവൻ ശത്രുവായെങ്കിലും മിത്രുവായെങ്കിലും മതപരമായതോ രാഷ്ട്രമായ ഏതൊരു ആവലാതിക്കും പരിപൂർണമായിരിക്കുന്ന സന്തോഷകരമായ മറുപടിയും പരിഹാരമായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകളെ മുട്ടത്തിൽ നിന്നിട്ട് കിട്ടി.
അവിടുത്തെ എന്തെങ്കിലും ഒരു തീരുമാനത അന്ത്യ തീരുമാനമായിട്ടേക്കും ഉണ്ട്. അതിനെ തിരുത്തലോ ബദലാക്കലോ മാറ്റിയുള്ളലോ മഹാനവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനത്തെ ഇരിക്കുന്ന ഒരു മഹാനായിട്ടേക്കര്, ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ കറാമത്തിൽ പെട്ടതായിട്ടേക്കര് പല കാര്യവും നമുക്ക് ആ മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ഈ റായ പണ്ട് ഭാരി സുമാർ ഒരു റായ പോലെ ആയിട്ട് മഹാനവറുകൾ ബന്ധൽ പിന്നെ ഞങ്ങൾ ഈ റായത്ത് വലിയ നേട്ടം, വലിയ ബർക്കത്ത്. ഞങ്ങളെ സ്ഥാപന, ഞങ്ങളെ എല്ലാ കാര്യവും, ഞങ്ങളെ പള്ളി, ഞങ്ങളെ മദ്രസ തുടങ്ങിയുള്ള എല്ലാ കാര്യവും ദിവസം തോറും ഇങ്ങനെ വളർന്നുകൊണ്ടുണ്ട്. ഇത് അവിടുത്തെ ദുആത്തെ ബർക്കത്തല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞങ്ങളെ എല്ലാ നേട്ടത്തിനും കാരണ മഹാനവറുകളായിട്ട് ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമായുടെ കാലത്തിലുള്ള ആരിഫീങ്ങൾ, എത്രയോ വലിയ വലിയ ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, നേതാക്കന്മാർ എല്ലാവരും മഹാനവറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അയാളെ സ്വീകരിക്കുകയും അയാളെ പലക്കവും അയാളെ സർവകാര്യ അയാളുടെ എല്ലാ ഇതും സ്വീകരിക്കുകയും ചെയ്ത ആത്മാരായിട്ടിരുന്നാർ. എത്രത്തോളം ബഹുമാനപ്പെട്ടിരിക്കുന്ന മരക്കാർ മുസ്ലിയാർ ചൊല്ല ഒരു മഹാൻ, അതേപോലെ വലിയ കറാമത്തിന് ഉടമയായ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ ആൽവൈ, ഇങ്ങനെ മുട്ട് എത്രയോ ആൾക്കാർ പല ആവലാദിക്കും പോയോണ്ടിക്കുവാറ്, പല ആവശ്യത്തിക്കും പോയോണ്ടിക്കുവാറ്. അങ്ങനെ മുട്ട പോയെങ്കിൽ അങ്ങ് ചൊല്ലുവാറുള്ള നിങ്ങളെ കാര്യത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ, നിങ്ങൾ ആവലാദിക്ക് പരിഹാരം കിട്ടണമെങ്കിൽ തടക്കടുത്തൂർ ചൊല്ല സ്ഥലത്ത് സദക്കത്തുള്ള മൗലയിൽ ചെന്നിട്ട് പേരുള്ള ഒരു മുദരിസുണ്ട്. അവിടേക്ക് നിങ്ങൾ പോറൂ, നിങ്ങളുടെ എല്ലാ കാര്യവും സാധിച്ചു കിട്ടൂ, നിങ്ങൾക്ക് പരിഹാരം അവിടെ കിട്ടു, നിങ്ങൾ ആവലാദികളെല്ലാം അവിടുന്ന് ആവലാദികൾക്ക് പരിഹാരം കിട്ടു ഇവിടെ ചെന്നിട്ട് കടത്തുവാറ്. അപ്പോൾ അത്രയും വലിയ മഹാന്മാർ പോലും അക്കാലത്ത് അത്രയും ബഹുമാനിച്ച ഒരാളായിട്ടേക്ക് ബഹുമാനപ്പെട്ട സദക്കത്തുള്ള ഉസ്താദ് വലിയ ബർക്കത്തിലാളും ദുആക്ക് ഇജാബത്തുള്ള ആളും വലിയ സ്വഭാവ ഗുണമുള്ള ആളും. അത് മഹാനവറുകൾ മാത്രമല്ല, അദ്ദേഹത്തെ ശിഷ്യന്മാരിലെല്ലാം ആ സ്വഭാവ ഗുണം കാണാം. അത് നമുക്കെല്ലാം അനുഭവപ്പെട്ട, ഇത്ര വർഷത്തിൽ ഇവർ അനുഭവപ്പെട്ട കാര്യമായിട്ടിരിക്കും. മാത്രമല്ല ബഹുമാനപ്പെട്ട മഹാനവറുകൾ മൻ അമില ബിമാ അലിമ അല്ലമല്ലാഹു മാലം യഅലം, പഠിച്ചതനുസരിച്ച് ജീവിച്ച ഒരു മഹാനായിട്ടിരിക്കും. അതുകൊണ്ട് മഹാനവറുകൾക്ക് അല്ലാഹു തആല ധാരാളം പല ഇൽമും ഗൊന്തില്ലാത്തതും പലതും സൗജന്യമായിട്ട് അല്ലാഹു തആല കൊടുത്ത ഒരു മഹാപണ്ഡിതനായിട്ട് ബഹുമാനപ്പെട്ട മഹാനവറുകൾ. ഒരജലുൻ യദ്രി അന്നഹു യദ്രി ഫദാലിക ആലിമും ഫത്തബിഉഹു. അയാൾക്ക് പഠിപ്പുണ്ട്, അയാൾക്ക് വിവരമുണ്ട്. വിവരം എതിരി അന്നഹു എതിരി, അയാൾക്ക് പഠിപ്പുണ്ട്, അയാൾക്ക് ഗൊന്തുണ്ട്. നക്ക് വിവരമുണ്ട്, അയാൾക്ക് ഗൊന്തുണ്ട്. അതായിട്ട് ആലിമോ അയാളോട്ട് നിങ്ങൾ പിൻപറ്റുള്ളൂ. അങ്ങനത്തെ ഒരു മഹാനായിട്ട് വലിയൊരു പണ്ഡിതനായിട്ട് മാത്രമല്ല, ഞാൻ പണ്ഡിതൻ എന്നൊക്കെ ഇൽമുണ്ട്, എന്നൊക്കെ പഠിപ്പുണ്ട്, ചില കാര്യം അയാൾക്ക് ഗൊന്തുണ്ട്. അങ്ങനത്തെ ഒരു മഹാനായിട്ട് ആ മഹാനോട്ട് അങ്ങനത്തെ ആത്മാരോട്ട് നിങ്ങൾ പിൻപറ്റുള്ളൂ. അതായിട്ട് യഥാർത്ഥ ആലിമീങ്ങ. അങ്ങനത്തെ ഒരു മഹാനായിട്ട് ബഹുമാനപ്പെട്ട മഹാനവറുകൾ അത് ബഹുമാനപ്പെട്ട അയാളെ കറാമത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ട് കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. എന്തിന് സ്പീക്കറുടെ കാര്യം. ഇപ്പോൾ ഈ പള്ളിയിൽ സ്പീക്കറില്ല. ഇവിടെ സംസ്ഥാനത്തെ പള്ളിയുള്ള ഇതൊരു പള്ളി മാത്രം. ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ പക്കത്തിലും സ്പീക്കറുണ്ട്. ഏതൊരു കാര്യത്തിനും സ്പീക്കർ കാണാം. ഞങ്ങളിവിടെ ഇല്ല. എങ്കിലും ഇത്ര വർഷമായിട്ടല്ലേ മഹാനവറുകളിവിടെ വന്നിട്ട് ആയെങ്കിൽ ഇണ്ടു തോലോ ഞങ്ങളെ ഈ ജമാഅത്തിൽ ഒരു ചെറിയൊരു ബാലക്കാരകവല ഒരു ചെറിയൊരു ചെറുക്കവും കൂടി സ്പീക്കർ വേണു ചൊല്ല അഭിപ്രായം ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കില്ലല്ലേ. ആരെങ്കിലും ചൊല്ലാറാ? കണക്ക് പോലെ എത്ര പാർട്ടി ആവണം ഇപ്പം അവിടെ
സ്പീക്കറില്ലാത്ത കാര്യത്തിൽ കേൾക്കില്ല നമുക്ക് സ്പീക്കർ വേണം. അതുപോലെ അതിന് മേലത്തെ മോണക്കടെ പള്ളി ബലിയായോണ്ടുണ്ട് എന്തായില്ലേ ഇവിടെ മുന്നിലേ കേൾക്കില്ല, പിന്നെയും പള്ളി ബലിയാക്കിയോണ്ടുള്ളാറ്. എങ്കിലും നമുക്ക് സ്പീക്കർ ചൊല്ല അഭിപ്രായമുള്ള ആരെങ്കിലും ഉള്ളാറ് അവിടെ ഈ റായത്തിൽ ഇല്ല. ഇത് വേറൊന്നുമല്ല, മഹാനവറുകളുടെ കറാമത്ത്, വേറൊന്നുമല്ല. അതായിട്ട് ഇങ്ങനത്തെ എത്രയോ ഞങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അള്ളാഹു താല അങ്ങ് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിട്ടിരിക്കറ്, അള്ളാഹു ബഹുമാനിച്ച ആൽമാരായിട്ടിരിക്കാറ് അങ്ങ. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ എല്ലാവരും അനുസരിക്കാറ്. ഇതാ അക്രമർ റഹ്മാനു അബ്ദം ബി ഇസ്സത്തിൻ ഫലം യഖദിൽ മഖ്ലൂഖു യൗമൻ യുഹീനു. ഒരാളെ അള്ളാഹു ബഹുമാനിച്ചെങ്കിൽ, അയാളെ ഉയർത്തിയെങ്കിൽ, അയാളെ അള്ളാഹു താല ഇസ്സത്തിലാക്കിയെങ്കിൽ പിന്നെ ആർക്കും നിസ്സാരപ്പെടുത്തുക സാധ്യമില്ല. അങ്ങനത്തെ വലിയ ഉന്നത സ്ഥാനം അള്ളാഹു കൊടുത്ത് ബഹുമാനിച്ച ഒരാളായിട്ടിക്കറ് ബഹുമാനപ്പെട്ട മഹാനവറുകൾ. ആ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ ശിഷ്യന്മാരെ ഞങ്ങൾ ബഹുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന കാലത്ത്, അങ്ങനെ ഞങ്ങൾ അനുസരിച്ച് കൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഈ റായത്ത് യാതൊരു കുറവും വരല്ലേ, അതിൽ യാതൊരു സംശയമില്ല. അള്ളാഹു താല അതുപോലെ ഖിയാമത്ത് നാൾ തോറും മഹാനവറുകളെയും അദ്ദേഹത്തെ ശിഷ്യന്മാരെയും സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അനുസരിക്കുകയും ചെയ്ത ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങളതി പെടുത്തനെ റഹ്മാൻ. അകലെ ബർക്കത്ത് കൊണ്ട് റഹ്മാനും റഹീമായ രാജസീതായ അള്ളാഹ് ഞങ്ങൾ ഈ റായത്തിനെ ദീനി ഈ കാര്യങ്ങളെ കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ റഹ്മാൻ, ഉയർത്തനെ റഹ്മാനെ. പഠിച്ചവരെ ഞങ്ങളുടെ പള്ളി ബലിയായോണ്ടുണ്ട്. ഇതൊക്കെ വേണമായത് 300 ഖിദ്മത്തെടുത്ത് എത്രയോ ആൾമാർ ഈ റായത്തിൽ മരിച്ചു പോയിടാറാ. ബണ്ടൂർ ഷെയ്ഖുനാടെ ബഹുമാനിച്ച് എത്രയോ ആൾമാർ മരിച്ചു പോയിടാറ്, അനുസരിച്ച് എത്രയോ ആൾമാർ സ്നേഹിച്ച ആൾമാർ മരിച്ചു പോയിടാറ്. റബ്ബെ അങ്ങനെ ഖബറെല്ലാം നീ സ്വർഗത്തോപ്പാക്ക് റഹ്മാനെ, അങ്ങനെ ഉഹ്രവിയായ ജീവിതം സന്തോഷത്തിലാക്ക് റഹ്മാനെ. അതുപോലെ ഇപ്പോഴും ഖിദ്മത്തെടുത്തുകൊണ്ടുള്ളാർ. ഇപ്പം ഞങ്ങൾ ഈ പള്ളി ഇത് പൈസ ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ പള്ളി തുടങ്ങി, ഈ പള്ളിയുടെ സ്വറ തുടങ്ങിയിട്ടല്ലേ. യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കി വലിയ ഒരു അത്ഭുതമാണ് ചൊല്ല ഞങ്ങൾ ഈ പള്ളിയുടെ കാര്യമാണ്. എന്തൊന്നും ഉണ്ടായിട്ടല്ല, എന്തും ഇല്ല. സുറു അതൊക്കെ കുട്ടിയടിക്കുമ്പോൾ മോണാക്കയുടെ കയ്യിൽ ഒരു കുട്ടിയും ഞങ്ങളെ സെക്രട്ടറി കയ്യിൽ ഒരു സ്വത്തയും വേറൊന്നും കണ്ടിട്ടില്ല എന്തുകൊണ്ട്. എങ്കിലും എത്ര പൈസ ചിലവാക്കിയിട്ട് ഏതെല്ലാം നിലയ്ക്ക് അല്ലാഹു തആല എത്തുവാട്ടി തന്ന ഇതൊക്കെ വേണമായിട്ട് നിങ്ങൾ എവിടെല്ലാം കലക്ഷനൊക്കെ പോയിടാറ് അവിടെയെല്ലാം നല്ല റാഹത്തോടു കൂടി ഞങ്ങളെ സ്വീകരിക്കുകയും നമ്മൾ വേണമായത് എനിക്ക് ഞങ്ങൾ വിചാരിച്ചതിനെ കാട്ടി നല്ല നല്ല സംഘമെല്ലാം തന്നിട്ട് നിങ്ങളെ സഹകരിക്കുകയും ചെയ്തിരാറ്. ഇതെല്ലാം മഹാനവറുകളെ ഗുണമായിട്ടിക്കിട്, അവിടുത്തെ ഗുണമായിട്ടിക്കിട്. അപ്പോൾ അങ്ങനത്തെ ഇരിക്കുന്ന അതൊക്കെ വേണമായിട്ട് അധ്വാനിച്ചിട്ട് ഇപ്പോഴും ഉള്ളാറ്. ഇത് എത്ര ഭാവം, ഇത് എപ്പോൾ തീരെ ചെന്നിട്ട് ഇതിനെ വലിച്ചെറിഞ്ഞ ഈ റായത്തിലില്ല. അതിനെ സ്നേഹിക്കുന്ന ആൾമാരെ ഉള്ളേ. പഠിച്ചവനെ ആ ഹിദ്മത്തെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഈ റായത്തിൽ ചെറിയങ്ങും വലിയങ്ങും ആണിങ്ങും പെണ്ണിങ്ങും പറായത്താലും പല ആൾന്നറും ഇതൊക്കെ വേണമായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്തങ്ങുള്ള റബ്ബെ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അതുപോലെ ഇതൊക്കെ വേണമായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെ കമ്മിറ്റി, അതുപോലെ ഈ റായത്തങ്ങ, അതുപോലെ ഇതൊക്കെ വേണമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല റഹ്മാനായ റബ്ബെ ഖിയാമത്ത് നാൾ തൊഴുന്നോ നിലനിർത്തി തരണേ റഹ്മാനെ. അതീ ഹിദ്മത്തുകായിട്ട് പഠിച്ചവനെ ഞങ്ങളെയോ അങ്ങനെ ആശ്രയം നീ നീട്ടി തരണേ റഹ്മാനെ. റഹ്മാനും റഹീമായ രാജസീതായ അള്ളാഹ് അതെല്ലാത്ത ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ കാര്യങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ പള്ളിയുടെ കാര്യം അതിവേഗത്തിൽ പൂർത്തിയായിട്ട് നല്ല റാഹത്തോടു കൂടി അതിന് കണ്ടിട്ട് അതിൽ ഇബാദത്തെടുക്കുകയും അതിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ബണ്ടൂരങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന അതിവേഗത്തിൽ നീ തൗഫീഖ് നൽകുക റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങൾ ദ്വാര നീ കബൂലാക്ക് റഹ്മാനെ. ഈ പറഞ്ഞ മഹാന്മാരായ ഞങ്ങളെ സാദാത്തിങ്ങ ഉലമാക്കന്മാർ ഇങ്ങ ഇപ്പല്ല രണ്ട് തിങ്കൾ 3 തിങ്ങൾക്ക് മുട്ടായി തീങ്ങ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതൊക്കെ വേണമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടുള്ളി. ഇത് ലാസ്റ്റ് ഞങ്ങളായത് ഞങ്ങളൊരു ഭാഗ്യാന്ന് ചൊല്ല, നമുക്കൊരു ബിരുദന്മാരിന് ചൊല്ലങ്ങ ഞങ്ങമായ അതിൽ അങ്ങനെ ആ ബിരുദന്മാരെ സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ കഴിവ് ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളെ റായത്ത് ഒരു ബിരുദന്മാർ റബ്ബെ നീ കബൂലാക്കണേ റഹ്മാനെ. ഇനിയും ഞങ്ങൾ ഈ റായത്തെ പിറുസവെച്ചിട്ട് ഞങ്ങളുമുട്ട് വന്നോട്ട് ഞങ്ങൾ ഉപദേശിക്കുക ദീർഘായുസ്സും ആഫ്യത്തും ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും ആ മഹാന്മാരോട് കൂടെ താജുൽ ഉലമയോട് കൂടെ നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്നിട്ട് ദ്വാരന്നോട്ട് എൻ്റെ പലക്കഥ നന്ദിപ്പാട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.